തമിഴ്നാട് ഗവൺമെന്റ് മുൻകൈയെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയോരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുക. അതിമനോഹരമായ സ്മാരകം 8.14 കോടി രൂപ മുടക്കി നിർമ്മിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനമായി ഒരു ഗ്രന്ഥശാലയും അതോടൊപ്പം തന്നെ പെരിയോരുടെ പങ്കും വെളിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ആ യോഗത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ കെ വീരമണി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അദ്ദേഹം ദ്രാവിഡ ഘടകത്തിൻ്റെ അധ്യക്ഷനാണ്. കൂടാതെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ ദുരൈ മുരുകൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ AV വേലു, ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി ശ്രീ MP സാമനാഥൻ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ മന്ത്രിമാരും കേരള മന്ത്രിസഭയിൽ നിന്ന് ഞാനുണ്ടാവും. ബഹുമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുണ്ടാകും. കൂടാതെ ഉദ്യോഗസ്ഥ പ്രമുഖരും ഉണ്ടാവും. ഈ നിലയിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത് സംയുക്തമായി എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സമരചരിത്രത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കഴിഞ്ഞ 2024 വർഷാരംഭത്തിൽ തന്നെ നമ്മൾ സമയോചിതമായി സന്ദർഭോചിതമായി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം നാം ഏറ്റെടുത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് തമിഴ്നാട് ഗവൺമെൻറ് പെരിയോരുടെ സാന്നിധ്യവും പങ്കാളിത്തവും നേതൃത്വവും വിശകലനം ചെയ്തും വിശദീകരിച്ചും ഭാവി തലമുറയ്ക്കുൾപ്പെടെ അത് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുന്നു. പങ്കാളിയായി മാറി. ഓർക്കുന്നു നിങ്ങളെല്ലാവരും TK മാധവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ TK മാധവന്റെ ഭാര്യയും ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒപ്പം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ സമരത്തെ സംബന്ധിച്ചുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങളും അതിൻ്റെ വിശകലനങ്ങളും ചരിത്രേടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷ് ലൈബ്രറി പോലും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉള്ളടക്കമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രന്ഥശാല തന്നെ തുടങ്ങി അതിൻ്റെ ഉള്ളടക്കമാകെ വരും തലമുറകൾക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചരിത്ര നിമിഷമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് വൈക്കത്ത് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി കാലകൂട്ടി എത്തിച്ചേരും. தமிழ்நாடு முதலமைச்சர் அவர்கள் தந்தை பெரியாருடைய வைக்கம் வருகை தந்து 100 ஆண்டு நிறைவடைகிற இந்த நேரத்தில் 8.14 கோடி ரூபாய் திட்ட மதிப்பீட்டில் பெரியார் நினைவகம், பெரியார் நூலகம் ஆகிய 2 கட்டிடங்களை கேரளாவுடைய முதலமைச்சருடைய தலைமையிலே தமிழ்நாட்டுடைய முதலமைச்சர் அவர்கள் திறந்து வைக்க 12-ஆம் தேதி வருகை உள்ளார்கள். எனவே அந்த நிகழ்விலே நம்முடைய பத்திரிகை நண்பர்கள், தொலைக்காட்சி நண்பர்கள் கலந்து கொண்டு நீங்கள் சிறப்பிக்க வேண்டும் என்று தமிழ்நாடு அரசின் சார்பாக கேட்டுக்கொள்கிறோம். குறிப்பாக இங்கே இருக்கிற நூலகம் பலரும் பயன்படுகிற அளவிற்கு இந்த நூலகம் நிறுவப்பட்டிருக்கிறது. அதில் கேரள அரசின் தேர்வு ஆணையம், அரசு பணிக்கு போகிற பட்டதாரிகள் அந்த நூலகத்தை பயன்படுத்திக் கொள்ளலாம். அதற்குரிய அனைத்து புத்தகங்களும் அதில் இருக்கிறது. அதேபோன்று கவர்மெண்ட் ஆஃப் இந்தியா, ஒன்றிய அரசாங்கத்திலே பணியாற்றுகின்ற IAS அதிகாரிகள் அவர்கள் தேர்வுக்குரிய அந்த புத்தகங்களும் அந்த நூலகத்தில் இருக்கிறது. அது அன்னில் இந்த வைக்கம் போராட்டம் சம்பந்தப்பட்ட வைக்கத்தை சுற்றி இருக்கிற அதனுடைய தலைவர்கள், அதுபோன்ற வைக்கத்தினுடைய ஹிஸ்ட்ரி, அதனுடைய வரலாறு
ஆக அந்த புத்தகங்கள் எல்லாம் மலையாள மொழியிலும் ஆங்கிலத்திலும் அது போன்ற புத்தகங்கள் எல்லாம் அதிலே நூலகத்திலே இடம்பெற்றிருக்கிறது. இவர்களெல்லாம் தமிழ்நாட்டுடைய முதலமைச்சர் அவர்கள் தமிழ்நாட்டிலே திராவிட மாடல் ஆட்சி என்கிற ஆட்சியை தந்தை பெரியார் வழியில், பேரறிஞர் அண்ணா வழியில், என் தலைவர் கலைஞர் வழியில், இந்த 3 தலைவர்கள் வழியில் ஆட்சி நடத்தி கொண்டிருக்கிறார்கள். அதனுடைய அடையாளமாகத்தான், சமூக நீதியினுடைய அடையாளமாகத்தான் அந்த நூலகத்தையும் அந்த நினைவகத்தையும் முதலமைச்சர்கள் கட்டியிருக்கிறார்கள். என அது திறந்து வைப்பதற்காக 11ஆம் தேதி மதியம் 1 மணி அளவில் இந்த கோட்டயம் மாவட்டத்திற்கு குறிப்பாக குமரகத்திற்கு வந்து தங்குகிறார்கள். 12ஆம் தேதி காலையில் 9:30 மணிக்கு அங்கிருந்து புறப்பட்டு 10 மணிக்கு நிகழ்ச்சியில் திறப்பு விழா நிகழ்ச்சியிலும் உரையாற்றுகின்ற அந்த பொதுமக்கள் கலந்து கொண்டு அந்த நிகழ்ச்சியிலும் கலந்து கொண்டு